ഇപ്പോൾ സിനിമയ്ക്കകത്ത് നമുക്ക് ഒരുപാട് ഡാൻസേഴ്സ് ഭയങ്കര പോപ്പുലറാണല്ലോ. ഇപ്പോൾ പ്രഭുദേവ ഭയങ്കര ഗഡിലമാണ്, ഗോവിന്ദ ഒരു കാലത്ത് ഭയങ്കര ഹിറ്റായിരുന്നു ഹിന്ദിയിൽ, അത് ഋത്തിക് റോഷൻ ഭയങ്കര സൂപ്പറാണ്, ജൂനിയർ NTR, അല്ലു അർജുൻ, ഇതൊക്കെ സൂപ്പർ ഡാൻസേഴ്സ് ആണ്. ടൈഗർ ഷെറഫ് ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ്ങിലാണ്. അവരുടെ പുള്ളി എന്ന് വെച്ചാൽ നമുക്ക് ഊഹിക്കാൻ പറ്റാത്ത അത്രയും ടഫ് സ്റ്റെപ്സ് ചെയ്യുന്നവരാണ് ഇവരൊക്കെ. ഇവർ കോംബോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ വൻ ഹിറ്റായി. റീസെൻ്റ്ലി വാർ 2 അത് ജൂനിയർ NTRും ഹൃതിക് റോഷനോടെ കോംബോ വന്ന സോങ്സ് വന്നിട്ടുണ്ട്. വെച്ചാൽ ഗോഡ് ഓഫ് ഡാൻസേഴ്സ് തമ്മിലാണ് ഡാൻസ് ചെയ്യുന്നത്. അതുപോലെ സിനിമയ്ക്കകത്ത് നമ്മൾ മറ്റേ വിജയ് രാഘവ ലോറൻസിൻ്റെ തിരുമലയ്ക്കകത്ത് ഒരു ഗസ്റ്റ് റോൾ പോലെ രാഘവ ലോറൻസ് വന്നിട്ട് കൂത്തുപാട്ടിന് വേണ്ടി അവർ ഒരുമിച്ച് ഡാൻസ് ചെയ്തു. ഡാൻസിങ് ഡ്യുവോസ് ഭയങ്കര പോപ്പുലറാക്കിയത്. അതുപോലെ പ്രഭുദേവ ഗോവിന്ദയും ചേർന്നിട്ട് സൽമാൻ്റെ പോക്കിരി റീമേക്ക് വാണ്ടഡിന് വേണ്ടി ഗസ്റ്റ് വന്നിട്ടുണ്ട് ഒരു പാട്ട് വേണ്ടി. അപ്പം ഇങ്ങനെ ഡാൻസിങ് ഡ്യുവോസ് ഭയങ്കര കിടിലൻ ആൾക്കാരുണ്ടെങ്കിലും എൻ്റെ ഫേവറേറ്റ് ഡാൻസിങ് ഡ്യുവോ ഇവരൊന്നുമല്ല. എൻ്റെ ഫേവറേറ്റ് ഡാൻസിങ് ഡ്യുവോ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ട് സ്റ്റെപ്പ് ചെയ്യുന്ന 2 പ്രായമുള്ള ആൾക്കാർ, KS രവികുമാർ രജനികാന്തും കൂടെ പടയപ്പ സിനിമയ്ക്കകത്ത് ഓ കിക്കേറുതേ അങ്ങനെ ഒരു സോങ് ഉണ്ട്. ആ സോങ്ങിന് ഇടയ്ക്ക് രജനിയുടെ ബർത്ത്ഡേ പാർട്ടിയിലേക്ക് റാൻഡംലി വരുന്നൊരു ഗസ്റ്റിനെ പോലെ വന്നിട്ട് ഇവർ രണ്ടുപേരും കൂടി കുറച്ച് സെക്കൻഡ്സ് മാത്രമുള്ള ഗസ്റ്റ് ഉള്ളത്. ഭയങ്കര രസമായിട്ടുള്ള സിമ്പിൾ സ്റ്റെപ്സാണ്. നമുക്കറിയാമെങ്കിൽ ഇത്രയും വലിയ ടഫ് സ്റ്റെപ്സ് ഏതാണ് സ്റ്റെപ്പ് ഒന്നുമില്ല. അവരുടെ ഇങ്ങനെ സ്റ്റെപ്പ് ഇട്ടുണ്ട്, ഇങ്ങനെ വളരെ ലൈറ്റ് പക്ഷേ ഗ്രേസ്ഫുൾ മൂവ്മെന്റ് ആണ്. 2 പ്രായമുള്ള ആൾക്കാർ നമുക്കറിയാം അവർ സ്റ്റെപ്പ് ഇടുന്നത് ഒരു 10-20 സെക്കൻഡ് മാത്രമേ ഉള്ളൂ. ഭയങ്കര രസമുള്ള സ്റ്റെപ്സ്.